ജലാദൻ റൂമിയുടെ പ്രശസ്തമായൊരു കവിതയുണ്ട്, എവരി മാൻ ഈസ് എ ഗസ്റ്റ് ഹോം. ഓരോ മനുഷ്യനും ഒരു അതിഥി മന്ദിരമാണ്. ആ കവിതയെ നന്നായി ശരിവെക്കുന്നുണ്ട് നമ്മുടെ ധ്യാനാശ്രമങ്ങൾ. നമ്മുടെ പരിചയത്തിലുള്ള ഏറ്റവും ഭംഗിയുള്ള അതിഥി മന്ദിരങ്ങളാണവ. മിക്കവാറും എല്ലാ ധ്യാനാശ്രമങ്ങളുടെയും ഉമ്മറത്ത് കൈവിരിച്ച് നിൽക്കുന്ന യേശുവിൻ്റെ രൂപവും ശില്പമൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിൽ തന്നെ വലിയ സ്വാഗതത്തിൻ്റെ അടയാളമാണ്. യേശു എന്ന് പറയുന്ന ഒരു അതിഥി മന്ദിരത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു 5ഓളം ക്ഷണങ്ങൾ കൃത്യമായൊരു ധ്യാനാശ്രമത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന ഏതാനും ദിവസങ്ങളിൽ നമ്മുടെ കൂടിയായിട്ട് മാറുന്നുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, വന്ന് കാണുക. ഉപവാസം എന്നൊരു വാക്ക്, ഇപ്പോൾ ഭക്ഷണം കഴിക്കാത്തതിനാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത്. ആരംഭത്തിൽ അതങ്ങനെയല്ലായിരുന്നു. കൂടെ ഇരിക്കാനുള്ള ക്ഷണമാണത്. വിശേഷിച്ചും ഭാരതീയ പാരമ്പര്യങ്ങളിൽ ആ ഗുരുപാദങ്ങളിലായിരിക്കാനുള്ള ക്ഷണം. രണ്ടാമതായിട്ട് കം ആൻഡ് ലേൺ, ഒന്ന് പഠിക്കുക. എൻ്റെ ഹൃദയപാഠങ്ങൾ പഠിക്കുക. 2 പദങ്ങൾക്കിടയിലുള്ള വ്യത്യാസം ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ ഭംഗിയാവില്ല. ഒന്നിങ്ങനെ ഫെയ്ത്ത് ഇൻ ജീസസ് ആൻഡ് ഫെയ്ത്ത് ഓഫ് ജീസസ്. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്. അതിലിപ്പോൾ എന്നാ പുതുതായിട്ട് വിശ്വസിക്കാനുള്ളത്? ഈ ഭൂതലത്തിന് മീതെയുള്ള ഏതൊരു മനുഷ്യനും യേശുവിന് വിശ്വാസം. എന്നാൽ പ്രശ്നം ഇത്രയേ ഉള്ളൂ, യേശുവിൻ്റെ വിശ്വാസം എന്തായിരുന്നു? ഫെയ്ത്ത് ഓഫ് ജീസസ്. അത് വളരെ റാഡിക്കലായ വ്യത്യാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മൂന്നാമതായിട്ട് കം ആൻഡ് റെസ്റ്റ്. വിശ്രമിക്കാനുള്ള നേരം കൂടിയാണ്. വിശ്രമം അത്ര മോശപ്പെട്ട കാര്യമല്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് ശിഷ്യന്മാരോട് പറയുന്നത്, നമുക്ക് മറുകരയിലേക്ക് പോയി വിശ്രമിക്കാം. ക്വാളിറ്റി ഉള്ളൊരു പിൻവാങ്ങൽ എന്നതിൻ്റെ അർത്ഥം വിശേഷപ്പെട്ട ശ്രമം. റിട്രീറ്റ് എന്ന പദം വരുന്നത് പോലും അങ്ങനെയൊക്കെയാണെന്ന് കരുതുന്നത്. ഇങ്ങനെ യുദ്ധകാലങ്ങളിൽ, യുദ്ധസന്ധികളിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ട്, താൽക്കാലിക വിരാമങ്ങൾ നൽകുന്ന അടയാളമായിട്ട് ഇങ്ങനെ പതാക താത്തും. അപ്പോൾ അവനവനിലേക്ക് തന്നെ മടങ്ങി വരുന്നൊരു കാലമാണ് റിട്രീറ്റ്. നാലാമതായിട്ട് കം ആൻഡ് ഡൈൻ, വന്ന് ഭക്ഷിക്കുക. നല്ലതുപോലെ അലഞ്ഞൊരു മനുഷ്യൻ്റെ പേരാണ് യേശു. അലയുന്ന എല്ലാ മനുഷ്യരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുശലം അതാണ്, നീ വല്ലതും കഴിച്ചിട്ടുണ്ടോ? യേശുവും ഒരു നൊമാഡിക് കാർപ്പൻ്റർ എന്ന നിലയിൽ, അലയണ മരപ്പണിക്കാരെന്ന നിലയിൽ അത്തരമൊരു കുശലത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ടാകും. എല്ലായിടത്തും യേശുവിൻ്റെ അന്വേഷണം അതാണ്, മനുഷ്യരെല്ലാം കഴിച്ചിട്ടുണ്ടോ? ജൈറസിൻ്റെ മകളേക്ക് ഉയർപ്പിക്കുമ്പോൾ പോലും അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബാലിക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കണമേ. അത്രയും ആ ഭക്ഷണം പ്രധാനപ്പെട്ടെന്ന് കരുതിക്കൊണ്ടായിരിക്കണം അവൻ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഭക്ഷണമായിട്ട്. നാവിൻ തമ്മിൽ അലിയുന്ന ഒരപ്പത്തുണ്ടും ഒരു ചെറിയ കോപ്പയിലെ വീഞ്ഞുമായിട്ട്. ഈറ്റ് മീ, എന്നെ ഭക്ഷിക്കാമെന്നാണ് പറയുക. അവസാനമായിട്ട് കം ആൻഡ് ഇൻഹെറിറ്റ്. അവൻ്റെ കൂടെ ഇരുന്ന്, അവൻ്റെ വിശ്രാന്തി അറിഞ്ഞ്, അവൻ്റെ ഹൃദയപാഠങ്ങൾ പഠിച്ച്, അവൻ്റെ മേശയിൽ പങ്കുചേർന്ന ഒരാളെ കാത്തിരിക്കുന്ന അനുഭവം തന്നെയാണ് അവൻ തന്നെ. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു ഗുരുവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ഓഹരി ആ ഗുരു തന്നെ. വന്ന് എന്നെ അവകാശപ്പെടുത്തുക. ഒരേ ഒരു ഓഹരി എന്നൊക്കെ മനസ്സിൽ വെച്ചാൽ നല്ലതാണ്. നമ്മുടെ പരിസരത്തിലുള്ള ഒരു ഭംഗിയുള്ള അതിഥി മന്ദിരത്തിൻ്റെ പേരാണ് ധ്യാനാശ്രമം. അവിടെ നിന്ന് കരം വിരിച്ചു പിടിക്കുന്ന ഒരാൾ ഇങ്ങനെ ക്ഷണിക്കുന്നുണ്ട്, വന്ന് കാണുക, വന്ന് പഠിക്കുക, വന്ന് വിശ്രമിക്കുക, വന്ന് ഭക്ഷിക്കുക, വന്ന് അവകാശമാക്കുക. വിശ്രാന്തിയുടെയും വിജ്ഞാനത്തിൻ്റെയും ഒക്കെ ഒരു ദൈവമേഖല ഓരോരുത്തരെയും കാത്തു നിൽപ്പുണ്ട്. സോ ഗോ റിട്രീറ്റ്.